ഈ ദൈവവചനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. Let us come to the word of God. പത്രോസിന്റെ രണ്ടാം ലേഖനം 1-ാം അധ്യായം. Let's turn our Bible to 2 Peter chapter 1. 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ് വായിക്കേണ്ടത്. We have to read from verse 1 to 11. അതുകൊണ്ട് ഒരുമിച്ച് വായിക്കാതെ ഇനി ദൈവ ശുശ്രൂഷിക്കുമ്പോൾ നിങ്ങളെ കൊണ്ട് ഓരോ ഭാഗങ്ങൾ വായിപ്പിക്കാം എന്ന് ഞാൻ കരുതുകയാണ്. And as we I'm not asking you to read the whole thing now, but as we minister, we will ask you to read those verses. പത്രോസിന്റെ രണ്ടാം ലേഖനം 1-ാം അധ്യായം 4-ാം വാക്യം. And let us read 2 Peter chapter 1 verse 4. അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങളും നൽകിയിരിക്കുന്നു. അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്തായ വാഗ്ദത്തങ്ങളും നൽകിയിരിക്കുന്നു. ഇവയാൽ നിങ്ങൾ ലോകത്തിൽ ഓക്കെ, അത് അത്രയും മതി. ഇപ്പോൾ by which have been given to us exceedingly great and precious promises. Great and precious promises. Amen. Hallelujah. 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 ദൈവം നൽകിയിരിക്കുന്നത് great and precious promise ആണ്. And God has given us those great and precious promises. പ്രോമിസുകള് പാസ്റ്റ് ഉണ്ട്, പ്രസന്റ് ഉണ്ട്, ഫ്യൂച്ചർ ഉണ്ട്. And there are promises which are made in the past, in the present, and we have promises for the future. മനുഷ്യൻ പാപത്തിൽ കുടുങ്ങിപ്പോയപ്പോൾ ദൈവം പറഞ്ഞു, സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കും. And when man sinned against God, there was a promise which was given to him that the Son of Man will crush the head of the serpent. അങ്ങനെ ക്രിസ്തു ലോകത്തിലേക്ക് വന്നു. For which Christ was sent to the earth. അവനിലൂടെ നാം രക്ഷിക്കപ്പെടുവാനിടയായി. And through him we are saved. കർത്താവിന്റെ വാഗ്ദത്തങ്ങൾ ധാരാളമായി നമുക്ക് കാണാൻ സാധിക്കും. And we can see a lot of promises from God. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. And God said, Jesus said, let not your hearts be troubled. യേശു പറഞ്ഞു, ഞാൻ മടങ്ങി വരും. And Jesus says, I will come back. അപ്പം ഇന്നലകളിലെ വാഗ്ദത്തമായ ക്രിസ്തു ലോകത്തിലേക്ക് വന്ന് എനിക്കും നിങ്ങൾക്ക് വേണ്ടി കാൽവറിയിൽ തകർക്കപ്പെട്ടു. And so likewise Christ came for us and he was crushed for you and me. അവൻ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു. And he was crushed, he died and he was buried. അവൻ പിതാവിന്റെ സന്നിധിയിലേക്ക് പോകുന്നതിന് മുമ്പ് ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ മടങ്ങി വരും. And after resurrecting he told his disciples that I'm going to the Father, but I will come back. 14-ാം അധ്യായം യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ പറയുന്നത്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, എന്നിൽ വിശ്വസിപ്പീൻ, എന്റെ പിതാവിലും വിശ്വസിപ്പീൻ, ഞാൻ നിങ്ങൾക്ക് വാസസ്ഥലം ഒരുക്കുവാൻ പോകുന്നു. And in John chapter 14 we can see that you believe in me, also believe in my Father, because I'm going to prepare a place for you. 14 പറയുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ഉത്തരം നൽകും. And 14 verse 14 says that when you pray I will answer you. നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്താൻ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനെ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. And in order to walk in the path of righteousness I will send the Holy Spirit, the comforter. ആ പരിശുദ്ധാത്മാവ് നമ്മുടെ അഡ്വക്കേറ്റ് ആണ്, നമ്മുടെ കർത്താവാണ്. And the Holy Spirit is our advocate and he is our God. പരിശുദ്ധാത്മാവ് ഭൂമിയിലും കർത്താവ് സ്വർഗത്തിലും ഇരുന്ന് നമുക്ക് വേണ്ടി വാദിക്കുന്നു. And he is reconciling, and he is reconciling for us. The Holy Spirit is reconciling while he is on earth, but to the Father who is in heaven. ഇങ്ങനെ വേദപുസ്തകം വായിച്ചാൽ നമുക്ക് ധാരാളം വാഗ്ദത്തങ്ങളെ കാണാൻ സാധിക്കും. And likewise when we read the whole book of whole Bible, we can see a lot of promises which are given to people. എന്നാൽ ഇവിടെ പറയുന്ന precious and great promise എന്താണ്? And what is the precious and great promise which is spoken here? ഇവിടെ ഇത് എഴുതപ്പെട്ടിരിക്കുന്നത് ആരാണെന്ന് നമുക്കറിയാം, പത്രോസിന്റെ ലേഖനത്തിൽ നിന്നാണല്ലോ. And since it is Peter, we know who wrote this. പത്രോസാണ് ഈ ലേഖനം എഴുതിയത്. So Peter is writing this letter. വേദപുസ്തകത്തിലെ 61-ാമത്തെ പുസ്തകം, and it is the 61st book in the Bible. 61 വാക്യങ്ങളുണ്ട്. And it has 61 verses. 10 പ്രവചനങ്ങൾ. It has 10 prophecies. AD 67-നും 68-നും ഇടയിലാണ് ഇത് എഴുതപ്പെട്ടത്. And it was written between AD 67 and 68. എന്തിനാണ് പത്രോസ് ഇത് എഴുതിയത്? Why did Peter write this? 14-ാം വാക്യത്തിൽ കാണാൻ കഴിയുന്ന ഇങ്ങനെയാണ്. We can see that in verse 14. 12 മുതൽ വായിച്ചു. 12, 13, 14 ഇപ്പോൾ. I request you to read from verse 12, 13 and 14. അതുകൊണ്ട് നിങ്ങൾ അറിഞ്ഞവരും ലഭിച്ച സത്യത്തിൽ ഉറച്ചു നിൽക്കുന്നവരും എന്ന് വരികിലും ഇത് നിങ്ങളെ എപ്പോഴും ഓർപ്പിക്കുവാൻ. എന്തിനാണ് ഇത് എഴുതുന്നത്?
എപ്പോഴും ഓർപ്പിക്കുക. ഓർപ്പിക്കാൻ ഇതിന് മുമ്പ് പറഞ്ഞത് വീണ്ടും ഓർപ്പിക്കുകയാണ്. And this is something you can see that it is written so that it has been written to remind everyone. That means that something which was അടുത്ത told വാക്യം, earlier. 13-ാം വാക്യം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എനിക്ക് അറിവ് തന്നതുപോലെ എനിക്കൊരു അറിവ് കർത്താവ് തന്നു. വായിച്ചു. എന്റെ കൂടാരം പൊളിഞ്ഞു പോകുവാൻ അടുത്തിരിക്കുന്നു എന്ന് അറിഞ്ഞിരിക്കുക. ഞാൻ ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം നിങ്ങളെ ഓർപ്പിച്ചുണർത്തുക യുക്തമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ഈ വചനം നിങ്ങൾ ഇതിനു മുമ്പ് കേട്ട് കാണും. എന്നെ കർത്താവ് അയച്ചത് ഒന്നുകൂടെ നിങ്ങളെ ഓർപ്പിക്കാൻ വേണ്ടിയാണ്. And now you can see that as Peter is writing that he is going to go away from the tent that he is in, there are certain things that are spoken already, but he is writing this letter so that you can he is reminding the things which are already spoken. So likewise we are also reminding you the things that you have already heard. നമ്മളെല്ലാം കുഞ്ഞുങ്ങളെയൊക്കെ ഓർപ്പിക്കുന്നവരാ രാവിലെ. And we also are parents who remind our kids certain things. പെൻസിൽ എടുത്തു വെച്ചോ, പേന എടുത്തു വെച്ചോ, അതെല്ലാം എടുത്തു വെച്ചോ, എല്ലാം നമ്മളിങ്ങനെ ഓർപ്പിച്ചുകൊണ്ടിരിക്കും. And we always tell them, did you take your pencil? Did you take your pens? And did you take things? ഓക്കെ, പക്ഷേ ചിലപ്പോൾ നമ്മൾ അത് മറന്നു പോകാം. And sometimes we forget about it. ഞാനും നിന്നോട് പറഞ്ഞതല്ലേ എന്നൊക്കെ പറയാറുണ്ട്. And sometimes we scold them, haven't I told you? എൻ്റെ ഭാര്യ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വരാൻ തുടങ്ങിയപ്പോൾ എന്നോട് പറഞ്ഞു, പ്രത്യേകിച്ച് എല്ലാവരും പറഞ്ഞു, UK പോവുകയാണ്, ഷുഗറിന് ഉള്ളത് കൊണ്ട് പിന്നെ ഇൻസുലിൻ എടുത്തോണം എന്ന് പ്രത്യേകം നിർബന്ധിച്ചു. And pastor's wife, she said that you're going to UK because you're going to UK in order to control your sugar, make sure that you take insulin. ഞങ്ങൾ 3 പേരും അവിടെ വന്നത് ആ സമയത്ത് തന്നെ ഇടയ്ക്കിടയ്ക്ക് രാത്രിയൊക്കെ 12 മണിക്കൊക്കെ എഴുന്നേറ്റ് എന്നെ ഉണർത്തും. And at times she wakes him up at 12 o'clock and ഷുഗറിന്റെ മരുന്ന് എടുക്കുന്നത് ഓർക്കുന്നുണ്ടല്ലോ. And she wakes up at 12 o'clock and she reminds him, have you forgotten to take the insulin? ഞാൻ പറഞ്ഞു, അനി കിടന്ന് ഉറങ്ങ്, നേരം വെളുത്തിട്ട് ചിന്തിക്കാം. And then the pastor says that you better sleep. You will think about it once it is early in the morning. അപ്പോൾ ഇത്ര സീരിയസ് ആയിട്ട് ആ കാര്യം പറഞ്ഞതുകൊണ്ട് വളരെ സൂക്ഷിച്ച് അതെല്ലാം ഒരുക്കി മേടിച്ച് വരാൻ നേരമായപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ബാഗിലോട്ട് വെക്കാൻ വേണ്ടി ഇങ്ങനെ ടേബിളെ കൊണ്ടുവച്ചു. And because the matter is serious, he bought all those insulins from the medical shop, and then he set everything right, and he kept it on his table. ആ സമയത്ത് ഒരു ഫാമിലി വന്നു. And at the same time, when family comes in, അവരോട് സംസാരിച്ചു. and pastor spoke to them. പെട്ടി മടക്കി പോന്നു. And he just closed his ഇവിടെ വന്ന് തുറന്നു നോക്കിയപ്പോൾ സാധനം ഇല്ല. And after coming here, he sees that he found that he has forgotten his medicine. ഞാൻ വിചാരിച്ചു ഇനി എയർപോർട്ടിൽ നിന്ന് അവർ വല്ല എടുത്ത് കളഞ്ഞാണോ. എന്തായാലും വീട്ടിൽ വിളിച്ചു ചോദിച്ചപ്പോൾ ഞങ്ങളുടെ സർവന്റ് ഫോട്ടോ അയച്ചിരിക്കുന്നു, ടേബിളിൽ വടി പോലെ നിൽക്കുന്നു. And after he was thinking that where did the medicine go, when he came here he opened his bag and he's not able to find the medicine, and that's when his servant is sending a message that the medicine is kept. എന്തായാലും ആ പ്രാവശ്യം മറ്റൊരാൾക്ക് കൂടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നുകൊണ്ട് സർവൈവ് ചെയ്തു. പ്രൈസ് ദി ലോർഡ്, ജീവൻ നിലനിൽക്കുന്നു. എന്നാൽ ഇതൊരു ജീവൻ മരണ പോരാട്ടമായതുകൊണ്ട് നിങ്ങളെ ഒന്നുകൂടെ ഓർപ്പിച്ചുണർത്താനാണ് ഈ ഭാഗം എടുത്തിരിക്കുന്നത്. And because last time he also had bought medicines to give it to somebody else, so because of which there was an adjustment and he was able to survive. But this verse is the verse which is telling you about the life and death. ഈ വാക്യം ശ്രദ്ധിച്ചോ നിങ്ങൾ? അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്തായ വാഗ്ദത്തങ്ങൾ നൽകിയിരിക്കുന്നു. And because of this he has given a great and precious promise. എന്താണ് ആ വാഗ്ദത്തം? And what is the great and precious promise? നമ്മളൊക്കെ വാഗ്ദത്തം ചെയ്യുന്നവരും വാഗ്ദത്തം കിട്ടിയിട്ടുള്ളവരൊക്കെയാണ്. And all of us are sitting here, we have received the promise. നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ നമ്മൾ വാഗ്ദത്തങ്ങൾ കൊടുക്കുക, പ്രോമിസ് ചെയ്യാറുണ്ട്. And we also promise a lot of things to our kids. ഇന്നിപ്പോ നിങ്ങൾ പറഞ്ഞു കാണും, നന്നായിട്ട് എക്സാം എഴുതി ഫസ്റ്റ് മേടിച്ചുകൊണ്ട് വന്നാൽ ഏതാണ്ട് മേടിച്ചു കൊടുക്കാന്നൊക്കെ പറഞ്ഞവര് ചിലപ്പോൾ ഇതിനകത്ത് കാണും. And there might be some of you in the parents, because when your kids came to write the exam here, you might have told that if you write well, you will get something precious or a gift from me. ഞാൻ 10th സമയത്ത് എൻ്റെ പപ്പ എന്നോട് പറഞ്ഞു, നീ 10th ഡിസ്റ്റിങ്ഷൻ മേടിക്കുകയാണെങ്കിൽ നിനക്ക് 2 പവന്റെ മാല ഞാൻ മേടിച്ചു തരുന്നു. And when he was studying in his 10th grade, his father said that if you study and get a distinction in your exam,
I will give you a chain, a gold chain. It's precious. ആസ് എ ഗിഫ്റ്റ്. As a gift. ഡിസ്റ്റിങ്ഷനും കിട്ടിയില്ല, മാലയും കിട്ടിയില്ല. He did not get the distinction. He did not get the chain. ഓക്കെ, ഇങ്ങനെ വാഗ്ദത്തങ്ങൾ ചെയ്തിട്ടുള്ള ഒത്തിരി പേരുണ്ട്. And likewise, there are so many people who have done the promise. 20 വർഷം മുമ്പ് എന്നോടൊരു ഒരു ഫാമിലി ഈ UK വന്നപ്പം ഇവിടെ വന്നു കഴിഞ്ഞ് മൊബൈൽ മേടിച്ച് ഫോട്ടോയൊക്കെ അയച്ചിട്ട് എന്നോട് പറഞ്ഞു, പാസ്റ്റർക്ക് ഒരു മൊബൈൽ ഞാൻ കൊണ്ടുവരും. And 20 years back, when a family came to this country, he bought a phone, and he took the photo of that phone, and he says, "The pastor, I will also buy a phone for you." അന്ന് ലാൻഡ് ഫോണുമാണ്. അന്നത്തെ മൊബൈലൊക്കെ ഇങ്ങനെ വലിയ പുട്ടുകുറ്റി പോലുള്ള വലിയ ഫോണുകളാണ്. And those days we used to use landline, and those mobile phones were like huge. പ്രിയമുള്ളവരെ, കൃപയാൽ ഇന്ന് വരെ ആ മൊബൈൽ എത്തിയിട്ടില്ല. And my dear brothers and sisters, till today that mobile phone has not reached house. ഞാൻ പറഞ്ഞതിന്റെ കാര്യം, മനുഷ്യൻ ചിലപ്പോൾ വാക്ക് മാറിയെന്ന് വരും. And what I mean to say is the man will forget his promise. Praise the Lord. Hallelujah. Praise the Lord. Hallelujah. അവർക്ക് ചിലപ്പോൾ അത് പാലിക്കാൻ പറ്റാതെ വന്നെന്ന് വരാം. And there are situations where they cannot keep their promise. എന്നാൽ നമ്മുടെ കർത്താവ് എന്നോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾ മാറുകയില്ല. And the promise which is made by my God the Father, it will never change. അവൻ വാക്ക് മാറാത്തവനാണ്. And he is the God who never changes his നിന്റെ word. ചെറുതും വലുതുമായ വിഷയങ്ങളെ അറിയുന്നവൻ എന്നോടും നിങ്ങളോടും പറഞ്ഞിട്ട വാഗ്ദത്തങ്ങൾക്ക് വാക്കുമാറാത്തവനാണ് നമ്മുടെ കർത്താവ്. Every small and big promises that are made by God are always fulfilled. നമ്മളെല്ലാം വാഗ്ദത്തം കിട്ടിയിട്ടുള്ളവരാണ്. And every one of us who are here have received promise. ബാംഗ്ലൂരിലൊക്കെ ഞങ്ങളുടെ സഭകളിലൊക്കെയുള്ള ഒരു കാര്യമുണ്ട്. ഇയർ എൻഡിങ്ങിന് ഉള്ള ഒരു സംഭവമാണ് പ്രോമിസ് കാർഡ് കിട്ടുക എന്നുള്ളത്. And in Bangalore, when the year ends, at the year-end meeting, everybody is given the promise card. വാച്ച്നെറ്റ് സർവീസിന് വന്നിട്ട് ഇതുപോലെ ടേബിളിൽ കൊണ്ടുവെക്കും, ഓഫറിങ് കൊണ്ടിടും, ഇവിടെ കലണ്ടർ, പിന്നെ പ്രോമിസ് കാർഡ്. And after the watch night service, they keep a table. In the table, they keep the promise card and the calendars. ക്യൂ ആയിട്ട് വന്ന് ഈ പ്രോമിസ് കാർഡ് മേടിച്ചോണ്ട് എടുത്തോണ്ട് പോകുമ്പോൾ ഉണ്ട് ആ സന്തോഷം കാണേണ്ടത് തന്നെയാണ്. And when people come in a queue and when they take these promise cards and calendars, there's a peculiar happiness in their face. ചിലര് അത് കിട്ടിക്കഴിഞ്ഞത് വായിച്ചു നോക്കുമ്പോൾ ശരിയല്ലെങ്കിൽ പിന്നെയും വട്ടം തിരിഞ്ഞ് വന്ന് എടുത്തോണ്ട് പോകും. And when people when they get a promise card, when they see that the verses which are written there are not favorable, they turn back and come back and take another promise card and go. ചോദിച്ചാൽ പറയും കുഞ്ഞിന് വേണ്ടി എടുത്തതാ. And if you ask them, they say that I took that for my kid. ആ പ്രോമിസ് കാർഡിനെ കുറിച്ച് എനിക്ക് ഒന്നും ഒരു അഭിപ്രായമില്ല. And I don't want to talk about that kind of promise card. എന്നാൽ കർത്താവ് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാറത്തില്ല. But if God has given you a promise, He's not going to change it. ഇങ്ങനെ ധാരാളം വാഗ്ദത്തം കിട്ടിയിട്ടുള്ളവരിവിടെ ഇരിപ്പുണ്ട്. And likewise, you have received a lot of promises. ഞാൻ നേരത്തെ പറഞ്ഞ കർത്താവിന്റെ ധാരാളം വാഗ്ദത്തങ്ങളെ കുറിച്ച് ഞാൻ പറയാനിടയായി. And I told you that the Lord has promised a lot of things in our lives. എന്നാൽ പത്രോസ് ഇത്ര ഓർപ്പിച്ചുണർത്തുന്ന പ്രഷ്യസ് ആൻഡ് ഗ്രേറ്റ് പ്രോമിസ് എന്താണ്? And what is this Peter that he's reminding us about the precious and great promise? പത്രോസ് പറഞ്ഞല്ലോ, എന്റെ കൂടാരം പൊളിഞ്ഞു പോകുന്നു എന്ന് തനിക്ക് ചിന്തയുള്ളത് കൊണ്ട്, എപ്പോഴാണെന്ന് അറിയാത്തത് കൊണ്ട് താൻ വേഗത്തിൽ ആ സന്ദേശം പറയുകയാണ്. And Peter, knowing that shortly he should put off his tent, that is the reason he's urgently bringing some and reminding about some promise. ആ ലേഖനം ഒരു പ്രാവശ്യവും പല പ്രാവശ്യവും വായിച്ചാലും നമുക്കത് ഗ്രഹിക്കാൻ പറ്റത്തില്ല. And this, if you read this letter one time or 10 times, you will not be able to understand what he's talking about. എന്താണ് ആ വാഗ്ദത്തം? What is that promise that he's talking about? 11-ാം വാക്യം. Let's read verse 11. ഒരു നാൾ ഇടറിപ്പോകാതെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നിത്യരാജ്യത്തേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും. രാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും. And this is so an entrance will be supplied to you abundantly into the everlasting kingdom of our Lord and Savior Jesus Christ. എറ്റേണൽ എൻട്രി, ഇതാണ് പ്രഷ്യസ്
and great promise. This is what is precious and great, which is the eternal entry to the എന്താ kingdom പറഞ്ഞ of God. ഇങ്ങനെ നിങ്ങൾ ചെയ്താൽ ഒരു നാളും ഇടറിപ്പോകാതെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും. And so an entrance will be supplied to you abundantly into the everlasting kingdom of our Lord and Savior Jesus Christ. Richly welcome to entry to eternal life. Hallelujah. Praise the Lord. Hallelujah. ഇതാണ് precious and great promise. And this is the precious and great promise which he is talking about. ആ പ്രോമിസിനെ ഓർത്തൊന്ന് കരമുയർത്തി സ്തോത്രം ചെയ്ത്. And for that promise, I request you to lift your hands and give glory to God. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം. Now you have to focus. ഈ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? And what you should do in order to get this entrance which will be supplied to us abundantly. അതിന്റെ മൂന്നാം വാക്യം ഒന്ന് വായിക്കാമോ? Let's തന്റെ read verse 3. മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. ദിവ്യശക്തി നമുക്ക് ദാനം ചെയ്തിരിക്കുകയാണ്. His divine power has been given to us. നമ്മെ വിളിച്ചിരിക്കുന്ന വിളിയിലേക്ക് പ്രവേശിക്കണമെങ്കിൽ നമുക്ക് ആവശ്യമായിരിക്കുന്ന ദിവ്യശക്തി പ്രാപിക്കണം. And if we have to come to that calling, we have to receive that divine power from God. ഒന്ന് പറഞ്ഞേ, ഡിവൈൻ പവർ. Everybody say divine power. Praise the Lord. ദിവ്യശക്തി നമ്മൾ പ്രാപിക്കണം. And we should receive that divine power. ഈ ശക്തിയിൽ ജീവിച്ചാൽ നമുക്ക് നിത്യതയിൽ പ്രവേശിക്കാൻ പറ്റത്തില്ല. And if we live in this divine power, we will be able to enter the kingdom of heaven. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ പട്ടണം വിട്ടുപോകരുത്, നിങ്ങൾക്ക് ശക്തി ലഭിക്കുവോളം ഈ പട്ടണത്തിൽ നിന്ന് വിട്ടുപോകരുത്. And that is the reason Jesus is urging his disciples not to go out of the town, not to go out of the city, but be there, stay there until you receive that power. ആ ശക്തി പ്രാപിച്ചാൽ മാത്രമേ നമുക്ക് കർത്താവിൽ ജയകരമായി മുന്നോട്ട് പോകാൻ സാധിക്കൂ. And only if you receive that power, you can lead a victorious life. അങ്ങനെ ആ ശക്തി നമുക്ക് ലഭിച്ചാൽ നമുക്ക് സംഭവിക്കാൻ പോകുന്ന മറ്റൊരു കാര്യം, And when you receive that power, what's the next thing that is going to happen? നമുക്കൊരു വാഗ്ദത്തം ഉണ്ട്. There is a promise. അതിന്റെ അടുത്ത വാക്യത്തിൽ പറയുന്നു, ഇവയാൽ 4-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം. അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങളും നൽകിയിരിക്കുന്നു. ഇവയാൽ നിങ്ങൾ ലോകത്തിൽ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരുന്നു. കൂട്ടാളികളാകുക. And that is the reason you have to be partakers of the divine nature. ഡിവൈൻ നാച്ചറിലേക്ക് നമുക്ക് വരണം. And we have to come into that divine nature. വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ ചോദിക്കട്ടെ, I want to ask you a simple question. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളാകണം. And you have to be partakers of the divine nature. That is what is written here. ദിവ്യ സ്വഭാവം. What is this divine nature? അങ്ങനെയുള്ളവർക്ക് എവിടെ പ്രവേശിക്കാൻ പറ്റുള്ളൂ? And those who have this divine nature, where can they enter? നിത്യരാജ്യത്തിൽ പ്രവേശിക്കാൻ പറ്റുമോ? You can enter the kingdom of heaven. നമ്മൾ ചിന്തിച്ച് ചോദിക്കുക, ഈ സ്വഭാവത്തിൽ നിത്യതയിൽ എത്തുമോ? And let's say, are we able to enter the kingdom of heaven with this? നമുക്ക് ഈ ഇപ്പൊ ചർച്ചിൽ ഇരിക്കുമ്പോഴുള്ള സ്വഭാവമാണോ വീട്ടിൽ ചെല്ലുമ്പോൾ? And are we having the same habit or attitude what we have when we are sitting in the church, when we are at home? ചിലർ പറയും, എന്റെ സ്വഭാവം ഇതുവരെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല. And some people say that you haven't understand my attitude. അത് എന്തൊക്കെയാ നിങ്ങൾ പറയുന്നത് എനിക്ക് അറിയത്തില്ല, അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. And I don't know what all language that you speak. But I don't want to ആലയത്തിൽ get into that. വരുമ്പോഴെന്നുള്ള നമ്മുടെ ആ സ്പിരിച്വൽ നാച്ചർ തന്നെയാണോ നമ്മുടെ ഭവനത്തിൽ നമ്മൾ ചെല്ലുമ്പോൾ? Are we having the same spiritual nature that we are showing when we are in the church? Are we having the same nature at home? നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ? Are we having the same nature when we are sitting alone? Are we having the same nature നമ്മുടെ at സ്വഭാവം office? എങ്ങനെയുണ്ട്? How is our habit? കർത്താവ് പത്രോസിന്റെ ലേഖനത്തിൽ ദൈവവചനം നമ്മളോട് പറയുന്നത്, നിങ്ങൾക്ക് ദിവ്യ സ്വഭാവത്തിന്റെ ഉടമകളാകണം. And what Peter is telling, that you have to be partakers of this divine nature. നമ്മൾ പറയാണ്ട്, ഞാൻ അത്ര ദിവ്യനൊന്നും അല്ല. And sometimes you say that I'm not that divine person. കറക്റ്റ് തന്നെയാണ്. And that is true. ആ ദിവ്യ സ്വഭാവത്തിലേക്ക് നമുക്ക് വരണമെങ്കിൽ നമുക്ക് ദിവ്യ ശക്തി
ആവശ്യമാണ്. But if you have to come into that divine nature, you need that divine power. അന്യഭാഷ പറയാനല്ല നമ്മൾ പരിശുദ്ധാത്മാവ് നിറയുന്നത്. Now we are not getting filled with the Holy Spirit just to speak tongues. പരിശുദ്ധാത്മാവിന് നമ്മളെ രൂപാന്തരപ്പെടുത്താനുണ്ട്. And because the Holy Spirit has to change our life. അവൻ നമ്മളോട് സംസാരിക്കാനുണ്ട്. The Holy Spirit wants to speak to us. അതുകൊണ്ട് ദിവ്യ സ്വഭാവത്തിലേക്ക് വരണമെങ്കിൽ ദിവ്യ ശക്തി പ്രാപിക്കണം. So if you want to get that divine nature, you have to get the divine power. അതൊരു വാഗ്ദത്തമാണ്. And that is the promise. ഞാൻ പോകും, പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനെ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരും. And Jesus said that when I go, I will send the comforter. ശിഷ്യന്മാരത് പ്രാപിച്ചു. And the disciples received him. ഭീരുവായ പത്രോസ് പിന്നെ എഴുന്നേറ്റ് നിന്ന് പ്രസംഗിക്കുക. And the coward Peter was able to stand up and was able to preach. ഇവാഞ്ചലിസം മിനിസ്ട്രിക്ക് പോകാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ ഈ പരിശുദ്ധാത്മാവിനാൽ ഒന്ന് നിറയാമോ? And if you are not able to go to this evangelism meeting, can you be filled with the Holy Spirit? നിങ്ങളെ ആരും നിർബന്ധിക്കേണ്ട, നിങ്ങൾ തന്നെ ഇറങ്ങും. And nobody has to force you. You yourself will go for the evangelism. ആരും പറഞ്ഞു തരണ്ട, പരിശുദ്ധാത്മാവ് എന്ത് പറയണമെന്നാണ് നാക്കിൽ തരും. And nobody has to tell you what you need to speak, but the Holy Spirit will inspire you what you have to speak. നിങ്ങൾ കൃപാവരത്തിന് വേണ്ടി കാത്തിരിക്കേണ്ട, സുവിശേഷകന്മാർക്കാണ് ദൈവം കൃപാവരം നൽകുന്നത്. And you don't have to wait for the gift of the Holy Spirit, but it is given to those who evangelize. Praise the Lord. Hallelujah. അതുകൊണ്ട് കർത്താവിനോട് പ്രാർത്ഥിക്കാമോ, കർത്താവേ ആ ദിവ്യ ശക്തിയാൽ എന്നെ So നിറയ്ക്കണമേ. can you pray about it? God, can you fill me with this divine power? കുഞ്ഞുങ്ങളൊന്ന് പ്രാർത്ഥിക്കാമോ? Can the kids pray? നിങ്ങൾക്ക് ഈ പട്ടണത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ലെങ്കിൽ പരിശുദ്ധാത്മാവിലൊന്ന് നിറയാമോ? And if you are not able to sustain yourself in this town, can you say that I want to be filled with the Holy Spirit? പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കൂടെ നിൽക്കുന്നവരുടെ നടുവിൽ ബലത്തോടെ നിൽക്കാൻ അവൻ നിങ്ങളെ ശക്തീകരിക്കും. And you can be able to stand firmly among your friends. പ്രലോഭനങ്ങളുടെ മുമ്പിൽ പരാജയപ്പെടാതിരിക്കാൻ ഈ ദിവ്യ ശക്തി നമുക്ക് ആവശ്യം. And you will not be a failure. You will be able to overcome all those sinful nature. ആ ദിവ്യ ശക്തി നിങ്ങൾ പ്രാപിച്ചു കഴിയുമ്പോൾ നിങ്ങളിൽ ദിവ്യ സ്വഭാവം ഉണ്ടാകും. When you receive this divine power, you will get the divine nature in you. യേശുവിനെ തള്ളി പറഞ്ഞ പത്രോസ് The Peter who denied Jesus, ഈ ദിവ്യ ശക്തിയാൽ നിറഞ്ഞു കഴിഞ്ഞപ്പോ when he was filled with this divine യേശുവിന്റെ power, സ്നേഹം നിത്യമായി അറിഞ്ഞു. and he was able to understand the love of Jesus. പത്രോസിനെ ക്രൂശിക്കാൻ നേരത്ത് And when they were crucifying Peter, പത്രോസിനോട് ചോദിച്ചു, നിന്റെ അവസാന ആഗ്രഹം എന്താണ്? and they asked Peter, "What's your last wish?" പത്രോസ് പറഞ്ഞത്, ഞാൻ വായിച്ചത് ഇങ്ങനെയാണ്, This is what Peter said. This is what I read about Peter. എന്നെ തലകീഴായി ക്രൂശിക്കണം. Crucify me upside down. എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ, And when they asked why, എനിക്ക് വേണ്ടി പ്രാണൻ തന്നവന്റെ കാൽപാദം ചുംബിച്ചു മരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. because I want to die by kissing the feet of the one who died for me. ഇത് സ്വതവേ ആർക്കും പറയാൻ പറ്റത്തില്ല. And nobody can say this, make this ഇത് statement by ദിവ്യ themselves. ശക്തി പ്രാപിച്ചാലേ പറ്റൂ. And you will be able to say this only if you have ദിവ്യ received that ശക്തി divine power. പ്രാപിച്ച് ദിവ്യ സ്വഭാവം നമ്മൾ പ്രാപിക്കണം. And after receiving this divine power, you should also receive the divine nature. അതുകൊണ്ട് അടുത്ത വാക്യം, 5-ാം വാക്യം മുതൽ വേഗം വായിച്ചു. അത് നിമിത്തം തന്നെ നിങ്ങൾ സകല ഉത്സാഹവും കഴിച്ച് അത് നിമിത്തം തന്നെ നിങ്ങൾ സകല ഉത്സാഹവും കഴിച്ചു. And for this reason, give all diligence. നിങ്ങളുടെ വിശ്വാസത്തോടെ സകല ഉത്സാഹവും കഴിക്കണം. And you have to give all diligence. ഈ അധ്യായം മുഴുവൻ നിങ്ങൾ വായിച്ചു നോക്കണം. പത്രോസിന്റെ ലേഖനത്തിൽ എല്ലാം സൂപ്പർലെറ്റീവ് ഡിഗ്രിയിലാണ് അത് എഴുതിയിരിക്കുന്നത്, ലെവലിലാണ് അത് എഴുതിയിരിക്കുന്നത്. And if you read this particular chapter, you will be able to see that it is written in superlative degree. സകല ഉത്സാഹവും കഴിച്ച്. With all diligence. നമ്മൾക്കൊക്കെ പറഞ്ഞ പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു കാര്യം ഞാൻ പറയാം. And there is an example which I want to give, which everybody can understand. മെഡിക്കൽ ചെക്കപ്പ് ഒക്കെ നടക്കുമ്പോൾ നമ്മുടെ അങ്കിളുമാരും ആൻറ്റിമാരൊക്കെ മെഡിക്കൽ ചെക്കപ്പ് കഴിഞ്ഞാൽ ചിലപ്പം ഡോക്ടർ ഇങ്ങനെ പേപ്പറെ നോക്കി വെച്ച് മുഖത്തേക്ക് നോക്കി ഇങ്ങനെ പറയും, ഷുഗർ ഇച്ചിരി കൂടുതലുണ്ട് കേട്ടോ. And after we go through our medical checkup, the doctor looks at our face and looks at the report, and they say that you have a little sugar. ഇച്ചിരി പ്രഷർ കൂടുതലുണ്ട്, ഇച്ചിരി കൊളസ്ട്രോളും ഉണ്ട്. And you have a little BP, and you have a little cholesterol. അത് നടക്കുകയൊക്കെ ചെയ്താൽ മതി, ഒരാഴ്ച ഒക്കെ നടന്നു കഴിയുമ്പോൾ മാറാൻ സാധ്യതയുണ്ട്, ലെവലാകാൻ സാധ്യതയുണ്ട്. And the doctor would suggest you just start walking, and then it may come to normal. നമ്മൾ പലരും കണ്ടിട്ടുണ്ട്, ഉടനെ തന്നെ നല്ല ഒരു ഷൂസ്
ഷോപ്പിലൊക്കെ പോയി ഒരു നല്ല ഷൂ മേടിക്കും. And immediately what you do after hearing this, you go to a nice shoe shop, buy a pair of shoes. ട്രാക്ക് സൂട്ടൊക്കെ മേടിച്ച് You will buy a pair of, you will buy a track pants. ബാംഗ്ലൂരിലാണെങ്കിൽ ഒരു തൊപ്പിയൊക്കെ മേടിച്ച് വീട്ടിൽ വരും. And in Bangalore, you also will buy a cap and then you'll come home. അച്ഛാ മെഡിക്കൽ എന്തോ പറഞ്ഞു? And then you come home and then your wife will ask, what did the doctor say? രണ്ടാഴ്ച കുറച്ച് ദിവസം നടക്കാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ നാളെ മുതൽ രാവിലെ 5 മണിക്ക് നടക്കാൻ ഇറങ്ങും. And the husband says that, the doctor says that I have these issues, so from tomorrow onwards I'm going for walking. ഞാൻ എക്സസൈസ് ചെയ്യാൻ പോവാ. I'm going to stop my exercise. അന്ന് വരെ കുഴിമടിയനാണ്, 9 മണി അതിരാവിലെ എഴുന്നേൽക്കുന്നത്. And from till that day, that man was lazy. He used to wake up at 9 o'clock. 5 മണിക്ക് എഴുന്നേറ്റിട്ടുണ്ട്. And now he has woken early at 5 o'clock. ഇതെല്ലാം ധരിച്ചിങ്ങനെ നടക്കുകയാണ്. Now he has worn all those things that he purchased, and now he started walking. നല്ലതായിട്ട് നടന്നു വേർത്ത് വീട്ടിൽ വന്നു. And after walking, he's all sweating, and he's entering the house. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു പറഞ്ഞു, ഇതൊന്നും ഞാൻ കഴിക്കത്തില്ല, ഇതെല്ലാം ഷുഗറാ, എല്ലാം ഷുഗറാ. And when he was given his breakfast, he's telling that no, I can't eat all these things. All these things contain sugar. കല്യാണത്തിന് പോയി കഴിഞ്ഞാൽ, വിവാഹത്തിന് പോയി കഴിഞ്ഞാൽ ഡെസേർട്ടിന്റെ ഭാഗത്തോട്ടേ പോകത്തില്ല. And if they go to a marriage function, they don't even look at the place where they serve dessert. 2-3 ആഴ്ച നന്നായിട്ട് നടന്നു. And after 2-3 weeks, he was doing it well. പിറ്റേ ഒരു അടുത്ത തിങ്കളാഴ്ച ചോദിച്ചു, എന്താച്ചാ പോന്നില്ലേ? And after 2 weeks, the wife is asking, what happened? You're not going today morning for a walk? ഇന്നൊരു ക്ഷീണം, നാളെ പോവാം. And the husband is telling that, oh, today I'm feeling a little tired. I'll go tomorrow. അടുത്ത ദിവസം ഭാര്യ തള്ളി പറഞ്ഞു വിട്ടു. And the second day, the wife pushed him ആഴ്ച to go. എങ്ങനെയൊക്കെയോ മാനേജ് ചെയ്തു. And that week, somehow he managed. അടുത്ത ആഴ്ച അദ്ദേഹം തീരുമാനിച്ചു, ഇനി ഞാൻ നടക്കാൻ പോകുന്നില്ല. And the 4th week, he decided that I'm not going to go walking. അടുത്ത മാരേജിന് ചെന്നപ്പോൾ ഡെസേർട്ടിന്റെ അവിടുന്ന് മാറുന്നതേ ഇല്ല. And the next marriage, when he was invited for the next marriage, someone's marriage, he's not even moving away from the place where they served it. അപ്പൊ അദ്ദേഹത്തോട് ചോദിച്ചു, എന്തോ പറ്റി, ഷുഗർ ഒക്കെ ആണല്ലോ, അതൊക്കെ വേണ്ടാന്ന് വെച്ചതല്ലേ? And one of the person comes and asks him, what happened? You had sugar, you had abstained from all these things. അദ്ദേഹം പറഞ്ഞു, സഹോദരാ, ഇത് എന്നെയും കൊണ്ടേ പോകും. And he's telling that this thing will go along with me. അതുകൊണ്ട് ഉള്ള കാലം കഴിച്ചും കുടിച്ചും ഒക്കെ ജീവിക്കാം. And so whatever time is left in my life, I just want to eat, drink and be happy. പലരുടെയും തീരുമാനം അങ്ങനെയാണ്. And many of us are deciding in this way. എന്നാൽ ഇവിടെ പത്രോസ് പറയുന്ന സകല ഉത്സാഹവും കഴിക്കണം. But here what Peter says, that you have to have all diligence. ആദിമ സഭയിൽ ഉണ്ടായിരുന്ന ഉത്സാഹം പോലെ, വിവരം അറിഞ്ഞപ്പോൾ നടക്കാനെടുത്ത അതേ ഉത്സാഹം പോലെ ദൈവമക്കളോട് ഞാൻ പറയാം, സകല ഉത്സാഹവും കഴിച്ച്. And I want to tell you that the same diligence that you had and the same decision that you had taken when you had come in Christ, with that same diligence, ഈ ദിവ്യ ശക്തിയാൽ നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യം കൂട്ടണം. and you have to add to your faith virtue, വീര്യത്തോട് പരിജ്ഞാനം കൂട്ടണം. and you have to add to the virtue knowledge, പരിജ്ഞാനത്തോട് ഇന്ദ്രിയജയം കൂട്ടണം. and to that knowledge you have to add self-control, ഇന്ദ്രിയജയത്തോട് സ്ഥിരതയുണ്ടാകണം. and to this self-control you have to be perseverant, സ്ഥിരതയോടെ ഭക്തി വർദ്ധിക്കണം. and to add to perseverance godliness, ഭക്തിയോടുകൂടെ തന്നെ സഹോദര പ്രീതി വർദ്ധിക്കണം. and to this godliness you have to add brotherly kindness, സഹോദര പ്രീതിയോട് സ്നേഹവും കൂട്ടിക്കൊള്ളുവീൻ. and to this brotherly kindness you have to add love. ഇവ നിങ്ങൾക്കുണ്ടായി വർദ്ധിക്കുന്നുവെങ്കിൽ, And if you add these things, if you have these things, and if this is increasing in your life, ഇതൊന്നും നമുക്കില്ല, we don't have these things. ഇതെല്ലാം ഉണ്ടാക്കി വർദ്ധിക്കണം. We have to get these things. സ്തോത്രം പറയാൻ പറ്റുമോ? Can we Praise give the glory to Lord. God? ഞാൻ ചോദിക്കട്ടെ, ഈ പറഞ്ഞ ഈ 7 കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ടോ? And I want to ask you, these 7 things what I have mentioned here, do we have these? നമ്മുടെ വിശ്വാസം എങ്ങനെയുണ്ട്? How is our faith? അതിന്റെ വീര്യം എങ്ങനെയുണ്ട്? How is the virtue of our faith? പരിജ്ഞാനം എങ്ങനെയുണ്ട്? How is the knowledge of our നമ്മുടെ virtue? ഇന്ദ്രിയജയം എങ്ങനെയുണ്ട്? How are we self-controlled? സ്ഥിരത, ഭക്തിയിൽ സ്ഥിരതയുണ്ടോ? Are we firm in our faith? അതോ പറയുമ്പോഴുള്ള ഭക്തിയുള്ളോ? Or you're just talking about your faith? സഹോദര പ്രീതിയോട് സ്നേഹവും കൂട്ടിക്കൊള്ളുവി. And here it says that to the brotherly kindness add love.
സ്നേഹമൊക്കെ എങ്ങനെയുണ്ട് ഇപ്പോ? How is your love now? പണ്ട് കണ്ടപ്പോൾ ഉള്ള അതേ സ്നേഹം തന്നെയാണ് ഇപ്പം. Are you having the same love that you had when you had come to Christ? ചിന്തിക്കാൻ വേണ്ടി ഞാൻ പറയുന്നത്. I am asking you so that you can think about this situation. കൂട്ടണമെന്നാ പറയുന്നേ. But here what it is mentioned is that you കൂടിയോ have കുറഞ്ഞോ? increased it. കൂടിയോ കുറഞ്ഞോ? How is your situation? നമ്മുടെ ദൈവത്തോടുള്ള സ്നേഹം കൂടിയോ കുറഞ്ഞോ? How is your love with Christ? Did it increase or did it നിങ്ങളുടെ decrease? സഹോദരനോടുള്ള സഹോദരിയോടുള്ള സ്നേഹം കൂടിയോ കുറഞ്ഞോ? Did your love with your brother or sister, did it increase or decrease? കുടുംബ ജീവിതത്തിലുള്ള സ്നേഹബന്ധങ്ങളുടെ ദൃഢത എങ്ങനെയുണ്ട്? And how is the firmness that you have in your family life? ഇത് ഇവിടെ പറയുന്നത് ഇവ വർദ്ധിച്ചു വരികയും ഇത് ഉണ്ടായി വർദ്ധിക്കണം. And here what is mentioned is it has to increase and you have to develop it. എല്ലാവരെയും നമുക്ക് സ്നേഹിക്കാൻ പറ്റത്തില്ല. And we can't love everybody കാരണം അവരുടെ നേച്ചർ നമുക്ക് അറിയത്തില്ല. because we don't know their എന്നാൽ nature. അവരെ സ്നേഹിക്കണമെങ്കിൽ നമുക്ക് ഡിവൈൻ നേച്ചറിലേക്ക് നമുക്ക് വരാൻ But if we have to love them, we need that divine nature in us. പാപികളായിരുന്ന നമ്മെ സ്വർഗം സ്നേഹിച്ചത് നമ്മുടെ ഗുണം കണ്ടിട്ടല്ലല്ലോ. And God did not love us by looking at our goodness. അധർമ്മികളും പാപികളുമായ നമ്മെ അവൻ സ്നേഹിച്ച സ്നേഹം ഓർക്കുമ്പോ But God loved us when we were yet sinners. If we think about that, വാക്കുമാറുന്ന മനുഷ്യരും സ്നേഹമില്ലാത്ത മനുഷ്യരും നന്ദിയില്ലാത്ത മനുഷ്യരോടും സ്നേഹിക്കുക അത്ര എളുപ്പമല്ല. പക്ഷേ നാം ഇവിടുത്തുകാരല്ല, നാം നിത്യതയിലേക്കുള്ള യാത്രക്കാരാണ്. ആകയാൽ സംഭവിച്ചതിനെ ഓർത്ത് നിൽക്കാനല്ല, ദൈവത്തെ ആഴമായി സ്നേഹിക്കുന്ന നമുക്ക് നമ്മുടെ പ്രിയരെ സ്നേഹിക്കാൻ കഴിയണം. and if we are not that faithful, we are not that kind, we are not that kind of people, but we know that we are people to go to heaven. But looking at that, we are supposed to get the divine nature so that we are able to love each other. ഇവ നിങ്ങൾക്കുണ്ടായി വർദ്ധിച്ചു And വരുന്നെങ്കിൽ these things, it has to increase in our life. നിങ്ങൾ ഇടറിപ്പോകാതെ. You should not be dismayed. പത്രോസ് പറയുന്ന ഇടറാൻ സാധ്യതയുണ്ട്. And there is possibility that you can get നിങ്ങളെ dismayed. വിളിയും തിരഞ്ഞെടുപ്പും നിങ്ങൾ ഉറപ്പാക്കണം. You have to affirm your calling. കുഞ്ഞേ, നിന്റെ വിളി മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാണ്. My dear son and daughter, your calling is different from the അത് other's calling. ഉറപ്പുള്ളവർക്ക് And if you have that firmness, പ്രൈസ് ദി ലോർഡ്, അവരോട് പറയുകയാണ്, നിങ്ങൾ ഇടറിപ്പോകാതെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും. and in order to be confirmed, you have to get this diligent more in your life through Christ Jesus. ഇവിടെ വചനം പറയുന്നത് വിലയേറിയതും അതിമഹത്തായ വാഗ്ദത്തം. Here it says about the exceedingly great and precious promise. ഈ പ്രോമിസ് കിട്ടിയവരൊന്ന് സ്തോത്രം If ചെയ്താട്ടെ. you have received this promise, praise God. ഇനി നമ്മളെ കർത്താവ് വിളിക്കാൻ വരുന്നത് നിത്യതയിലേക്കുള്ള And പ്രവേശനത്തിന്. now Jesus Christ is coming to us so that he can take us to eternal life. പലരും ചിന്തിക്കുന്നത് ഇങ്ങനെ എങ്ങനെയെങ്കിലും തപ്പിപ്പിടിച്ച് ജീവിച്ച് സ്വർഗരാജ്യത്തിന്റെ വാതുക്ക വരെ എങ്ങനെയെങ്കിലും ഒന്ന് ചെന്ന് കഴിഞ്ഞ് അവിടെ ചെല്ലുമ്പം ദൂതനോ അല്ലെങ്കിൽ പുറകെ വരുന്നവരെ എന്നെ ഒന്ന് പിടിച്ച് അകത്തോട്ടൊന്ന് തള്ളിയിട്ടായിരുന്നെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടെന്നാണ് വിചാരിക്കുന്നത്. And so you might be thinking that somehow I lead some kind of life and somehow I will get to the doors of heaven, and if someone would push me into the heaven, it would have been great. സ്വർഗരാജ്യത്തിലേക്കുള്ള പ്രവേശനം വളരെ ഇടുക്കമുള്ളതാണ്. And you should know that the path to heaven is not easy, but it is narrow. എന്നാൽ പത്രോസ് പറയുന്നത് ഇവ നിങ്ങൾക്കുണ്ടായി വർദ്ധിച്ചു വരുന്നെങ്കിൽ, But Peter is telling that if these things are increasing in your life, നിങ്ങൾ ഇടറിപ്പോകാതെ നിത്യരാജ്യത്തിലേക്ക് പ്രവേശിക്കും. and you should not be dismayed, but you should be able to enter the kingdom of heaven. എന്താണ് ആ വിശാലതയെ കുറിച്ച് പത്രോസ് അങ്ങനെ പറയുന്നത്? And what is this thing in abundance which Peter is talking അവിടെ about? പ്രവേശിക്കാൻ പോകുന്നത് കർത്താവിന്റെ മക്കളാണ്. And who are going to enter the kingdom of heaven? നമ്മൾ- Those that are called the children of God. നമ്മളൊരു വീട്ടിൽ പോവുകയാണെങ്കിൽ അവിടെ അപ്പോയിന്റ്മെന്റ് എടുക്കണം. അവര് എടുത്താൽ തന്നെ വീട്ടിൽ ചെന്ന് ഡോറ് കൊട്ടി അവര് തുറക്കുമ്പോൾ മാത്രമേ നമ്മൾ കയറാറുള്ളൂ. And now if we have to go to some house, we have to take an appointment, and then once after taking appointment, when you go there, you have to knock the doors. Only when they allow you get it in the house. എന്നാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ വീട്ടിൽ വരുമ്പോൾ അങ്ങനെയാണോ? But is it the same thing when our children അല്ല, come home? നമ്മുടെ റൂമിലോട്ട് അവൻ കയറുമ്പോൾ മമ്മി ഡാഡി എന്ന് വിളിച്ച് കൊട്ടി തുറന്നിട്ടാണോ വരുന്നത്? And let's say if your kid is coming home, will he just request, oh mom, dad, open the door? Will he request and come home? അത് അവന്റെ വീടാ, He knows that it is his അവളുടെ house. വീടാ.
And they know that അവിടേക്ക് it's അവർക്ക് their house. തള്ളിക്കയറാൻ എപ്പോഴും പറ്റും. And he can just barge into his house. അവന്റെ മക്കളായ നമുക്ക് Because we are his children. ഒരുക്കിയിരിക്കുന്ന സ്വർഗരാജ്യം, And God has prepared the heaven for അവിടേക്കുള്ള us. പ്രവേശനം And if we have to enter there, ധാരാളമായി പ്രാപിപ്പാൻ അവൻ ചെയ്ത വാഗ്ദത്തമാണെങ്കിൽ, and if he has promised that great promise to ആ us, വാഗ്ദത്തം പ്രാപിപ്പാൻ നമുക്ക് നമ്മളെ ഒന്ന് സമർപ്പിക്കാം. and let us submit ourselves to be able to കണ്ണുകളെ receive ഒന്ന് അടച്ച്, that കണ്ണുകളെ confidence. കണ്ണുകളെ ഒന്ന് അടച്ചേ. Let's all close our eyes. നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം And the path to the നിങ്ങൾക്ക് eternal life, ധാരാളമായി പ്രാപിക്കും. you should be able to receive that. അതുകൊണ്ട് വിലയേറിയതും അതിമഹത്തായ വാഗ്ദത്തം നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു. And that is the reason God has given you exceedingly great and precious promise. ഇവയാൽ നിങ്ങൾ ലോകത്തിന്റെ മോഹത്താൽ കുടുങ്ങി പോകാതിരിക്കേണ്ടത്. So in order to receive that, you should not be stuck or you should not get tangled with the pleasures of the world. ലോകത്തിന്റെ താൽക്കാലിക മോഹത്തിൽ കുടുങ്ങി നിനക്കുള്ള വിലയേറിയ വാഗ്ദത്തം നഷ്ടപ്പെട്ടു You പോകരുത്. should not forfeit the great, exceedingly great and precious promise by getting tangled with this world. രണ്ട് മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചാട്ടെ. I want you to pray for 2 or 3 things. നിങ്ങൾ തന്നെ പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, I want you to pray by yourself, my God. ഒരു ദിവ്യ സ്വഭാവത്തിന്റെ ഉടമയാകാൻ എനിക്ക് അങ്ങയുടെ അഭിഷേകം തരണേ. I want you to get that divine nature, so please fill me with that divine കർത്താവേ, power. എന്നെ അഭിഷേകത്താൽ ഒന്ന് നിറയ്ക്കണേ. Please fill me with that anointing. കുഞ്ഞുങ്ങൾ പ്രാർത്ഥിച്ചാട്ടെ. Let all the kids pray for that യൗവനക്കാർ anointing. പ്രാർത്ഥിച്ചാട്ടെ. Let all the young people pray. നിങ്ങളുടെ സ്വഭാവത്തെ സ്വാധീനിക്കുന്ന ശക്തിയിൽ നിന്ന്, All those forces that are trying to influence you. നിങ്ങളെ വഴി തിരിച്ചുവിടുന്ന ചില ശക്തിയിൽ നിന്ന്, All those forces that are trying to deviate you from the presence of God. ടെംപ്റ്റേഷനിൽ നിന്ന് പുറത്തു വരാൻ, And you have to pray so that you come out of your temptation. നിങ്ങളെ ബന്ധിച്ചിരിക്കുന്ന ചില ബന്ധനങ്ങളിൽ നിന്ന് പുറത്തു വരാൻ, And so that you can come out of those bondages that are tangled in അറിഞ്ഞോ you. അറിയാതെയോ കുടുങ്ങിക്കിടക്കുന്നത് പുറത്തു വരാൻ. Knowingly or unknowingly, you are tangled in certain bondages. പ്രാർത്ഥിച്ചേ, എന്നെ കർത്താവേ അങ്ങയുടെ ആത്മാവിനാൽ നിറയ്ക്കണമേ. And you have to pray today, God, please fill me with your Holy Spirit. എത്ര ശ്രമിച്ചിട്ട് നിന്റെ സ്വഭാവത്തിന് മാറ്റം വരുന്നില്ലേ? No matter how much you try, you are not able to change your attitude. ദൈവ സന്നിധിയിൽ നിന്ന് ശക്തി പ്രാപിച്ചാൽ നിന്റെ സ്വഭാവം മാറും. But if you receive the power of God, you will be able to change your behavior. നിന്റെ ജീവിതം മാറും. Your life will change. നീ ആള് മാറിയവനെ പോലെയാകും. And you will be a person like nobody will be able to recognize. നിന്റെ കൂട്ടുകാരുടെ നടുവിൽ നിന്നെ ഡിഫറന്റ് ആയി ദൈവം ഉപയോഗിക്കും. And you will be a different person among your friends. നിങ്ങളുടെ ജോലി സ്ഥലത്ത് ഒരു പ്രത്യേക ശക്തിയാൽ ദൈവം നിങ്ങളെ അയക്കും. And in your work life, you will be a person with different power. നിങ്ങളെ വെല്ലുവിളിക്കുന്ന ചിലരുടെ മുൻപിൽ നിങ്ങളുടെ സാന്നിധ്യം ചെല്ലുമ്പോൾ അവരുടെ വായ് അടയാനിടയായി And തീരും. all those people are speaking against you when you go there, because of your presence, they will be shutting them out. കാരണം നിങ്ങളോട് കൂടെ വരുന്നവൻ സർവ്വത്തിന്റെയും ഉടയവനാണ്. Because the one who comes along with you is Almighty. യെസ്, അവനെ വഹിച്ചുകൊണ്ട് ഇനി ഓഫീസുകളിലേക്ക് പോകാം. And you have to go to your offices only after taking him along with you. അവനെ ധരിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രവർത്തന മേഖലയിലേക്ക് You ചെല്ലാം. have to put on him, and then you have to go to your workplace. കർത്താവിനോട് ചേർന്ന് നടക്കാൻ തീരുമാനിക്കുക. You have to decide that I'm going to walk with ഒരു God. ദിവ്യ സ്വഭാവത്താൽ അവൻ നിങ്ങളെ നിറയ്ക്കട്ടെ. And God, please fill me with that divine nature. സ്വർഗീയ പിതാവേ, ദിവ്യ ശക്തിയാൽ ഈ ജനത്തെ നിറയ്ക്കണമേ. My dear Heavenly Father, fill these people with the divine power. ചിലരല്ല, ഈ ആലയത്തിലുള്ള എല്ലാവരും അത് പ്രാപിപ്പാൻ Not ഇടയാക്കണമേ. just few, but everybody who's sitting here should be filled with that divine power. തങ്ങൾക്ക് നേരെയുള്ള വെല്ലുവിളികളെ ജയിപ്പാൻ ആ ശക്തിയാൽ അവർക്ക് കഴിയട്ടെ. All those forces that are acting against us, they should be able to overcome that. ചിലതിൽ നിന്ന് പുറത്തു വരാൻ ആഗ്രഹിച്ചിട്ടും നടക്കാതെ അതിൽ കുടുങ്ങിക്കിടക്കുന്നവർ യേശുവിന്റെ നാമത്തിൽ വിടുവിക്കപ്പെടട്ടെ. And those people who are tangled in such a situation where they're not able to come out, I command that in the name of Jesus, that them be released. ദൈവമില്ലാത്തവന്റെ ചില സ്വാധീനത്തിൽ കുടുങ്ങിയവർ യേശുവിന്റെ നാമത്തിൽ വിടുവിക്കപ്പെടട്ടെ. And all those people are friends of those who do not believe God. Let God deliver them from all those friendships. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയെ തടയുന്ന ഇരുട്ടിന്റെ ശക്തികളെ അതിജീവിപ്പാനുള്ള ആത്മശക്തിയാൽ അവർ നിറയട്ടെ. And let them be filled with that anointing, so that they are able to teach their children in the right way. ഈ നിത്യതയുടെ പ്രകാശനം പ്രാപിച്ചവരായി മടങ്ങാൻ പ്രിയപ്പെട്ടവരെ ഇടയാക്കണമേ. And let these people be filled with that divine power. എന്റെ സ്വർഗീയ അപ്പാ, ഈ സഭയെ കർത്താവ് അനുഗ്രഹിക്കണമേ. My divine Father is going to bless this church. കർത്താവേ, ഈ സഭയുടെ നേതൃത്വത്തിൽ പല ഭാഷയിലുള്ള ആരാധനകൾ ആരംഭിക്കാൻ സ്വർഗം ചില വഴികളെ തുറക്കണമേ. God,
Lord, let there be a way so that this church opens up the doors so that many languages, the worship in many languages start. അതിനുള്ള റിസ്കും പെയിനും മനസ്സിൽ കയറി അതിനോട് ശാന്തതയോടെ നീങ്ങുന്ന ഈ സഭയുടെ മേൽ സ്വർഗം ചില അഭിഷേകത്തിന്റെ നിറവയക്കണമേ. God is going to anoint this church so that these things happen in the days to come. താങ്ങാനാവുന്നില്ലപ്പാ എന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന ചില വിഷയത്തിന്റെ മുൻപിൽ സ്വർഗീയ ഇടപെടലുകൾ നടക്കാൻ പോവുകയാണ്. God, I'm not able to bear certain things, and God is going to intervene in those matters. നീ രോഗിയായി തുടരാനല്ല, നിനക്ക് രോഗശാന്തിയോടെ വിടുതൽ നൽകാൻ പോവുകയാണ് കർത്താവ്. You are not going to continue with sickness. God is going to heal your situation. അടഞ്ഞ വാതിലുകളെ നോക്കി നിൽക്കാനല്ല, നിനക്ക് വേണ്ടി സ്വർഗം തുറക്കുന്ന ചില തുറന്ന വാതിലുകളിലൂടെ നീ നടന്നു കയറാൻ പോവുകയാണ്. You are not supposed to be a pastor who's going to look back to those doors which are closed, but God is going to open those doors. Go through that. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. Let it happen in the name of Jesus. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. Let it happen in the name of Jesus. നമുക്ക് ലഭിച്ചിരിക്കുന്ന precious and great promise-നായി സ്തോത്രം. And thank you, God, for the precious and great promise that you have given us. യേശുവിന്റെ നാമത്തിൽ തന്നെ. In the name of Jesus, we Amen. pray. Hallelujah. 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 Hallelujah.